നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒന്നും രണ്ടുമല്ല, ഷിംജിത ചിത്രീകരിച്ചത് 7 ദൃശ്യങ്ങൾ. ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള ആ വിഷ്വലുകളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. പോലീസ് സംവിധാനങ്ങൾ സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെ വേണമെങ്കിലും പറയാം, എന്തായാലും ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞു. 7ഓളം ദൃശ്യങ്ങളാണ് ഷിംജിത ഇത്തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദീപകിനെ അപമാനിക്കലല്ലായിരുന്നു ലക്ഷ്യം എന്നുള്ള യുവതിയുടെ ആരോപണങ്ങൾ തള്ളുന്ന തരത്തിലാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. നിലവിൽ പറയുന്നത് പോലുള്ള യാതൊരു ആരോപണങ്ങളും ഇല്ല എന്ന് ഷിംജിത ആവർത്തിച്ച് പറയുകയാണ്. താൻ അയാളെ അപമാനിക്കാൻ വേണ്ടിയോ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ വേണ്ടിയോ അല്ലായിരുന്നു ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ചത്. തന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നോട് മോശമായി പെരുമാറിയ ആളിനോടുള്ള ഒരു മറുപടി മാത്രമായിരുന്നു എന്ന് ഷിംജിത പറയുമ്പോൾ ആ ആരോപണങ്ങളൊക്കെ തള്ളിക്കൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഷിംജിത തന്റെ സോഷ്യൽ മീഡിയ റീച്ചിനു വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി ഏകദേശം 7ഓളം വീഡിയോകൾ ഇത്തരത്തിൽ ചിത്രീകരിച്ചിരുന്നു. അതിൽ പല വീഡിയോകളും ഡിലീറ്റ് ചെയ്തിട്ടപ്പെട്ട അവസ്ഥയിലാണ് എന്നും ആ ഡിലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് എന്നുമാണ് പോലീസ് സംവിധാനങ്ങളിൽ നിന്ന് നിലവിൽ പുറത്തുവരുന്ന സൂചന. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് സമൂഹ മാധ്യമത്തിലൂടെ തന്റെ ദൃശ്യം പ്രചരിച്ചു എന്നതിൽ മനംനൊന്താണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക് മരണപ്പെടുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത്. എന്തായാലും ഇയാൾ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് പ്രതി ഷിംജിത മുസ്തഫയ്ക്കെതിരെ പോലീസ് നടപടിയെടുക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ട് അടക്കം ഇപ്പോൾ പുറത്തുവരുന്ന സാഹചര്യമാണ്. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടുവെന്ന ഷിംജിതയുടെ ആരോപണത്തെ തള്ളുന്ന തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബസ്സിൽ വെച്ച് അസ്വാഭാവികമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ബസ്സിൽ വെച്ച് ദീപകിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള 7ഓളം വീഡിയോകളാണ് ഇത്തരത്തിൽ ഷിംജിത മൊബൈലിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇവർ പങ്കുവച്ചതായും പോലീസ് കണ്ടെത്തുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റഡും അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫൈഡുമായിട്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പെൺകുട്ടി പ്രതി മലപ്പുറം അരീക്കോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പർ, അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വരുമെന്നോ അല്ലെങ്കിൽ ഒരാളുടെ മരണത്തിന് കാരണമാകുന്ന തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുമോ എന്നതും വലിയ ഞെട്ടലോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. നിയമത്തെക്കുറിച്ച് മതിയായിട്ടുള്ള അവബോധമുള്ളയാളാണ് ഇവർ. നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കാണിക്കുന്നു. എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ നിയമപരമായിട്ടുള്ള അധികാരികളെയോ വിവരം അറിയിക്കാതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചാൽ കുറ്റാരോപിതൻ പ്രസ്തുത വീഡിയോ കണ്ട് മനസ്സ് തളർന്നുകൊണ്ട് മനം നൊന്താണ് ആത്മഹത്യ ചെയ്തത് എന്ന് വ്യക്തമാണ് എന്നും പോലീസ് പ്രതിയെ കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ്. ഒരനുഭവം നേരിട്ടെന്ന് പറയുന്ന പ്രതി താമസിക്കുന്ന വടകരയിലെ സംഭവം നടന്നു എന്ന് പറയുന്ന പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലോ അധികാരപ്പെട്ട നിയമ കേന്ദ്രങ്ങളിലോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടില്ല എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയത്ത് പെൺകുട്ടി കഴിഞ്ഞ ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള മറുപടികളിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിരുന്നത് താൻ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായപ്പോൾ ബസ്സിലുണ്ടായിരുന്ന ഒരാളോട് അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും ഈ വിവരം ഔദ്യോഗികമല്ല എങ്കിൽ പോലും അറിയിച്ചിരുന്നു എന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. പക്ഷേ ഇവരൊന്നും തന്നെ രംഗത്തേക്ക് വരാത്തിടത്തോളം കാലം ഷിംജിത പറയുന്നതെല്ലാം കള്ളമായി മാത്രമേ ഇപ്പോൾ വിലക്കെടുക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഷിംജിത പറയുന്ന ആരോപണങ്ങൾ അതിനെയൊക്കെ തള്ളിക്കളയുന്ന തരത്തിൽ തെളിവുകൾ ഷിംജിതയ്ക്കെതിരായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ചുരുക്കത്തിൽ പറയേണ്ടുന്നത്. സംഭവം നടന്നുവെന്ന് പറയുന്ന ബസ്സിലെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. അതടക്കം പരിശോധിച്ചുകൊണ്ട് ഷിംജിതയുടെ ആരോപണങ്ങൾ തള്ളുന്ന റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവരുന്നത് എന്നുള്ളതാണ്. ദീപക്കും പ്രതിയും ബസ്സിൽ കയറിയതായും അസ്വാഭാവികമായി ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശേഷം പ്രതിയും ദീപക്കും സ്വാഭാവികമായാണ് ബസ്സിൽ നിന്നിറങ്ങി നടന്നു പോകുന്നതെന്നുള്ള ദൃശ്യങ്ങളും CCTVയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. റിപ്പോർട്ടിൽ ഇതെല്ലാം കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഇത് സ്ഥിരീകരിക്കുന്നതാണ് ബസ് ജീവനക്കാരുടെ മൊഴിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൂരിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ വെച്ച് കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് അപമര്യാദയെ പെരുമാറി എന്നതായിരുന്നു വീഡിയോ സഹിതം ഷിംജിത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച് ആരോപണം ഉന്നയിച്ചിരുന്നത്. വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ദീപകിനെ വ്യാപക സൈബർ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ദീപക് മാനസികമായി തളർന്ന് സ്വന്തം ജീവൻ നശിപ്പിക്കുന്നത്. ദീപകിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ രംഗത്തേക്ക് എത്തിയതോടെയാണ് കുടുംബത്തിന്റെ പരാതി വന്നതോടെയാണ് ഷിംജിതയ്ക്കെതിരെ കേസെടുക്കുന്ന
നടപടിയടക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്കാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഷിംജിതയുടെ മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിമർശനങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിലും ഷിംജിതയുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ ഒരു വിഷയം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൊത്തത്തിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പേടിക്കണം എന്ന തരത്തിൽ ഒരു വശത്തുകൂടെ ഒരു ഇരവാദം മുഴക്കുന്ന ഒരുപാട് ആളുകളാണ് രംഗത്തേക്ക് വരുന്നത്. അത്തരം ഇരവാദം മുഴക്കുന്നവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്ന സാഹചര്യമാണ്. കാരണം അവസരം മുതലെടുത്തുകൊണ്ട് സ്ത്രീകളെ അപമാനിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ചില അവയർനെസ് ക്ലാസ് പോലെയും മറ്റുമൊക്കെ ആയിട്ട് ഇപ്പോൾ ഷിംജിതയ്ക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾ അത് ഷിംജിതയ്ക്കെതിരെ മാത്രമല്ല, അത് ആ ഒരു സ്ത്രീ വർഗത്തിനെതിരെ മൊത്തത്തിലായിട്ട് വരുന്ന ആക്ഷേപങ്ങളായി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഷിംജിത ചെയ്തത് തെറ്റാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു നീതി വേണം, നിയമപരമായിട്ട് ഒരു നടപടി വേണം. അതിനൊന്നും തന്നെ കുറ്റം പറയാനില്ല. പക്ഷേ ആ ഒരൊറ്റ വിഷയം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ മുഴുവനായി അപമാനിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രതിരോധ പരിപാടികൾ അതൊക്കെ നിർത്തലാക്കേണ്ടുന്നത് വളരെ ഗൗരവപരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. എന്തായാലും ഷിംജിത ഇത്തരത്തിൽ റീച്ച് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ തന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ വേണ്ടി ഇത്തരത്തിൽ 7ഓളം വീഡിയോകൾ ചിത്രീകരിച്ചിരുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തുടക്കം മുതൽ തന്നെ ഷിംജിതയുടെ പുറത്തു വന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട അത് എഡിറ്റഡ് വീഡിയോസ് ആണോ, ഇതിന്റെ യഥാർത്ഥ വീഡിയോ എവിടെ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഉയർന്നിരുന്നത്. ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് പുറത്തു വരുന്നത്. 1-2 ചിത്രങ്ങളല്ല, 1-2 വീഡിയോകളല്ല, ഷിംജിത ചിത്രീകരിച്ചിരിക്കുന്നത് 7ഓളം വീഡിയോകളാണ് എന്നുള്ളതാണ് ഏറ്റവും അടുത്തായി പുറത്തു വരുന്ന റിപ്പോർട്ട്.